ഒരു 54 പ്രാവശ്യമായിട്ട് എങ്കിലും ഞാൻ വയനാട് ഈ ദുരന്തത്തിന് ശേഷം കയറി ഇറങ്ങിയിട്ടുണ്ട്. ഡിസംബർ വരെ നമ്മൾ സർക്കാരിനെ കാത്തു. എന്റെ ബഹുമാനായ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ ഉപനേതാവും പാർട്ടി ലീഡർ എന്നുള്ള സ്ഥാനം ഒക്കെ മാറ്റിവെച്ച് മന്ത്രിമാരുടെ ഓഫീസിൽ, റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ 2 പ്രാവശ്യം വയനാട്ടുകാരും ഞങ്ങളും പോയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും സർക്കാർ സ്ഥലം തരികയാണെങ്കിൽ പുത്തുമലയിൽ മാതൃഭൂമിക്ക് സ്ഥലം കൊടുത്ത മാതിരി സർക്കാർ ദുരന്ത നിവാരണ ആക്ട് ഉപയോഗിച്ച് സ്ഥലം തന്നാൽ ഞങ്ങൾ വീട് നിർമ്മിക്കാന്ന് പറഞ്ഞു. അതിനിങ്ങനെ ചർച്ച നടക്കുന്നല്ലാതെ അനന്തമായി നീണ്ടുപോയി. ഡിസംബറിൽ ഗവൺമെന്റ് പറയുന്നത് ഞങ്ങൾ ടൗൺഷിപ്പ് ഉണ്ടാക്കാന്ന്. മുസ്ലിം ലീഗിനെ വിശ്വസിച്ചേൽപ്പിച്ച ഫണ്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളും ഉപസമിതിയും തങ്ങളൊക്കെ കൂടി തീരുമാനിച്ചു പാർട്ടി പുനരധിവാസ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ. അപ്പോഴാണ് വലിയൊരു ടാസ്ക് വന്ന് വയനാട്ടിൽ ഞങ്ങൾ പോയി സ്ഥലം നോക്കി. 14 സ്ഥലങ്ങൾ നോക്കി. ഏത് സ്ഥലം നോക്കുമ്പോഴും ചെറിയ ചെറിയ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ദുരന്തബാധിതർക്ക് ബഹുമാനപ്പെട്ട തങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു നല്ല സ്ഥലത്ത്, നല്ല വഴിയുള്ള സ്ഥലത്ത്, നല്ല റോഡ് ആക്സസ് ഉള്ള സ്ഥലത്ത്, അതേ ആ ദുരന്തം ബാധിച്ച പഞ്ചായത്തിൽ തന്നെ അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ള സ്ഥലം കണ്ടെത്തണമെന്നുള്ളത് കൊണ്ട് തന്നെ ആ സ്ഥലം കണ്ടെത്താനുള്ള ഒരു താമസം ഉണ്ടായി. പക്ഷെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് കണ്ണായ സ്ഥലം കിട്ടി.